എനിക്ക് തോന്നുന്നു വ്യഭിചാരം ചെയ്യാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. കാരണം ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വചനം ശ്രവിച്ച് വചനത്തോടൊപ്പം യാത്ര ചെയ്യുന്ന വചനയാത്രയിലെ പ്രിയ ശ്രോതാക്കളെ, പ്രണയമില്ലാത്ത നോട്ടം അഥവാ സ്നേഹമില്ലാത്ത നോട്ടം ആസക്തിയുടെ നോട്ടങ്ങളാണ്. ഇത്തരത്തിലുള്ള നോട്ടങ്ങളിൽ നിന്നും മാറി നിൽക്കാനാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഒരാൾ പാപത്തിൻ്റെ തടവറയിലാകാൻ വേണ്ടി കൽപ്പനകളുടെ മാരകമായ ലംഘനം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആസക്തിയുള്ള ഒരു ചിന്ത മതി, ഒരു നോട്ടം മതി എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ബാഹ്യമായ തലത്തിലാണ് വ്യഭിചാരം പാപമായി മാറുന്നത്. കാരണം ഈ സമൂഹം എല്ലാവരെയും ശാരീരികമായും ബാഹ്യമായുമാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ദൈവം ആന്തരികമായി നോക്കിക്കാണുന്നവനാണ്. നമ്മുടെ ഉള്ളും നമുക്കുള്ളതും അറിയുന്നവനാണ് ദൈവം. ആ ദൈവം ഇന്ന് നമ്മളോട് പറയുന്നു, പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ നിനക്ക് ചുറ്റുമുള്ളവരെ ആസക്തിയോടെ നോക്കരുത്. ശരീരത്തിൻ്റെ കണ്ണുകൾക്കുമപ്പുറം ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ നിനക്ക് സാധിക്കണം. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉള്ളിലും ദൈവമുണ്ട്, ഒരു വിശുദ്ധിയുണ്ട്. അതുകൊണ്ട് ദൈവികമായ കണ്ണുകൾ കൊണ്ട് അവരെ നോക്കുക. അതോടൊപ്പം തന്നെ തെറ്റായ സാഹചര്യങ്ങളിൽ നിന്നും നോട്ടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ടും നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെയൊക്കെ നോട്ടങ്ങൾ ദൈവികമായി മാറട്ടെ. ദൈവത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.